സഹോദരങ്ങളെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിലേക്ക് വരുമ്പോൾ അവർ ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും വിളിക്കുന്നുണ്ടായിരുന്നു, വൈദ്യരെടുത്ത് പോകുന്നുണ്ടായിരുന്നു. റസൂൽ അവരോട് വൈദ്യരെടുത്ത് പോണ്ടാന്ന് പറഞ്ഞിട്ടില്ല, ലാത്തനെ വിളിക്കണ്ടെന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ പറയും അത് ഇലാഹാക്കുന്നോണ്ടാണ്. അതെ, എന്തുകൊണ്ട് ഇലാഹാക്കി? അവരുടെ തൽബിയത്ത് എന്തായിരുന്നു? നമുക്ക് പറയാൻ കഴിയുമോ മക്ക മുശ്രിക്കുകൾക്ക് അള്ളാഹുവിനെ അറിയില്ല, അള്ളാഹ് ആരാണെന്ന് അറിയില്ല? ഖുർആൻ പറയുന്നു അറിയാം. وَلَئِن سَأَلْتَهُمْ مَنْ خَلَقَ السَّمَاوَاتِ وَالْأَرْضَ لَيَقُولَنَّ اللَّهُ. അബൂജഹലേ, ആരാണ് ആകാശത്തെ പടച്ചത്? മറുപടി പറയും അല്ലാഹുവാണ്. അബൂലഹബേ, ആരാണ് ആകാശം പടച്ചത്? മറുപടി പറയും അല്ലാഹുവാണ്. ഉത്ബത്തെ, ശൈബത്തെ, വലീദ് ഇബ്നു മുഗീറ, ആരാണ് ഭൂമിയെ പടച്ചത്, ആകാശത്തെ പടച്ചത്, പ്രപഞ്ചത്തെ വിധാനിച്ചത്? ലയഖൂലന്ന അല്ലാഹ്, അവരെല്ലാവരും മറുപടി പറയും അല്ലാഹുവാണ്, അല്ലാഹുവാണ്, അല്ലാഹുവാണ്. പിന്നെന്തിനാണോ ലാത്തയെ വിളിക്കുന്നത്? പിന്നെന്തിനാണോ ഉസ്സയെ വിളിക്കുന്നത്, മനാത്തയെ വിളിക്കുന്നത്? അതാ കിടക്കുന്നു സൂറത്തു സുമറിൽ അതിന്റെ മറുപടി. ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. മൊയ്‌ദി ശൈഖിനെ വിളിക്കുന്നവരെ, മമ്പറത്ത് തങ്ങളെ വിളിക്കുന്നവരെ, അജ്മീറിലെ ഖോജയെ വിളിക്കുന്നവരെ, ഉള്ളാളത്ത് തങ്ങളെ വിളിക്കുന്നവരെ, നിങ്ങൾ പറയുന്ന ന്യായം എന്താണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞങ്ങൾ മൊയ്‌ദി ശൈഖിനെ വിളിക്കുന്നത് അല്ലാഹ് തന്ന കഴിവിൽ നിന്ന് സഹായിക്കാനാണ്, അല്ലാഹുവിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ്, പടച്ച തമ്പുരാനിലേക്ക് അടുപ്പിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ ഇതേ മറുപടി തന്നെയാണ് അബൂജഹലും അബൂലഹബും ഉത്ബത്തും ശൈബത്തും പറഞ്ഞത്. അതാണ് അവരുടെ മറുപടി. ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അല്ലാഹുവിലേക്ക് ഒരു അടുപ്പിക്കുവാൻ വേണ്ടിയല്ലാതെ ഞങ്ങൾ അവരെ വിളിക്കുന്നില്ല. ഞങ്ങൾ ലാത്തയെ വിളിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, ഞങ്ങൾ ഉസ്സയെ വിളിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാനാണ്, ഞങ്ങൾ മനാത്തയെ വിളിക്കുന്നത് അല്ലാഹുവിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയാണ്. ആരാണ് പറഞ്ഞത്? അബൂജഹലും ഉത്ബത്തും ശൈബത്തുമാണ് പറഞ്ഞത്. സഹോദരങ്ങളെ, അല്ലാഹനെ കുറിച്ച് അവർക്കറിയില്ല എന്ന് പറയാൻ കഴിയുമോ? അബ്രഹത്തിന്റെ ആണപ്പട്ടാളം പരിശുദ്ധമായ കഅബ ശരീഫ് തകർക്കാൻ വന്നപ്പോ ആ കഅബാലയത്തിന്റെ കില്ല പിടിച്ചുകൊണ്ട് മക്കാ മുശ്രിക്കുകളുടെ നേതാവായ അബ്ദുൽ മുത്തലിബ് നടത്തിയ ഒരു പ്രാർത്ഥനയുണ്ട്. ഈ ഭവനത്തിന്റെ രക്ഷിതാവായ അല്ലാഹ്, ഈ ഗേഹത്തിന്റെ രക്ഷിതാവായ അല്ലാഹ്, കടന്നു വരുന്ന സർവായുധ സജ്ജരായ സൈന്യത്തിന്റെ മുന്നിൽ പോരാടി നിൽക്കാനുള്ള സൈന്യ സന്നാഹം ഞങ്ങളുടെ കയ്യിലില്ല രക്ഷിതാവേ. അതുകൊണ്ട് ഈ ഭവനത്തെ രക്ഷിക്കേണ്ടതിന്റെ ബാധ്യതയാണല്ലോ എന്ന് വിളിച്ച് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചില്ലേ? അലം തറ കൈഫ ഫഅല റബ്ബുക ബി അസ്ഹാബിൽ ഫീൽ അലം യജഅൽ കൈദഹും ഫീ തദ്ലീൽ വഅർസല അലൈഹിം തൈറൻ അബാബീൽ തർമീഹിം ബിഹിജാറത്തിൻ മിൻ സിജീൽ ഫജഅലഹും കഅസ്ഫിൻ മഅകൂൽ. ആനപ്പട്ടാളത്തെ കൊണ്ട് നിന്റെ രക്ഷിതാവ് ചെയ്തതെന്താണെന്ന് താങ്കൾ കണ്ടുവോ പ്രവാചകരെ? ചവച്ചരക്കപ്പെട്ട വൈക്കോൽ കൂനകൾ പോലെ കുതന്ത്രങ്ങൾ മുഴുവൻ പരാജയപ്പെട്ടവരായി തീർന്നില്ലേ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. ആ സമയത്ത് അബ്ദുൽ മുത്തലിബ് പ്രാർത്ഥിച്ചത് അള്ളാഹുവിനോടാണ്. പക്ഷെ അവരുടെ വിശ്വാസത്തിന്റെ കുഴപ്പം എന്തായിരുന്നു? അള്ളാഹുവിലേക്ക് നേരിട്ട് പോകാൻ പാടില്ല, അള്ളാഹിനെ നേരിട്ട് വിളിക്കാൻ പാടില്ല, അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ചില ഇടയാളന്മാർ ആവശ്യമുണ്ട്. അതാണ് ലാത്ത, അതാണ് ഉസ്സ, അതാണ് മനാത്ത, അതാണ് ഹബല. അന്ന് ലാത്തയാണെങ്കിൽ ഇന്ന് മൊയ്‌ദി ശൈഖാണ്, അന്ന് ഉസ്സയാണെങ്കിൽ ഇന്ന് മമ്പറത്ത് തങ്ങളാണ്, അന്ന് മനാത്തയാണെങ്കിൽ ഇന്ന് അജ്മീറിലെ ഖോജയാണ്, അന്ന് ഹബലയായിരുന്നെങ്കിൽ ഇന്നുള്ള ആളത്ത് തങ്ങളാണ്. അതല്ലാതെ മറ്റു വിശ്വാസമില്ല സഹോദരങ്ങളെ. അവര് വിളിച്ചത് ലാത്തയാണ്, നമ്മൾ വിളിക്കുന്നത് മൊയ്‌ദി ശൈഖിനെയാണ്. ശിർക്കാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല, അല്ലാഹുവിൽ പങ്കു ചേർക്കലാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഈ ലാത്തക്കോ ഈ ഉസ്സക്കോ ഈ മനാത്തക്കോ ഹബലക്കോ സ്വയം കഴിവുണ്ട് എന്ന് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചിരുന്നില്ല. എന്തായിരുന്നു അവരുടെ തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. നാദാ, ഞങ്ങളിതാ ഹാജരായിരിക്കുകയാണ്. ഹജ്ജിന്റെ വേളയിൽ മക്കാ മുശ്രിക്കുകൾ ചൊല്ലിയ തൽബിയത്താണ്. നാദാ, ഞങ്ങളിതാ ഹാജരായിരിക്കുകയാണ്. എങ്ങനെയുള്ള രക്ഷിതാവാണ് നീ? ലബ്ബൈക ലാ ശരീക ലക, നിനക്ക് പങ്കുകാരില്ല നാദാ, നിനക്ക് പങ്കുകാരില്ല, നിനക്ക് പങ്കുകാരില്ല. ആരാണ് പറയുന്നത്? മക്കാ മുശ്രിക്കുകളാണ് പറയുന്നത്. എന്നിട്ട് അവർ ബാക്കി പറയുകയാണ് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്. ഏത് തരത്തിലുള്ള പങ്കുകാരല്ലാതെ ആ പങ്കുകാരി നിന്റെ അധീനതയിലാണ്, ആ
പങ്കുകാർക്കുള്ളതെല്ലാം നിന്റെ അധീനതയിലാണ്. ആ പങ്കുകാരുടെ കഴിവുകളെല്ലാം നിന്റെ കഴിവാണ്, നീ കൊടുത്ത കഴിവാണ്, നിന്റെ കീഴിലുള്ള കഴിവാണ്. ഇതാരാ പറഞ്ഞത്? മക്ക മുശ്രിക്കുകളാണ് പറഞ്ഞത്. എന്നിട്ടും അവരുടെ വിളി എന്തുകൊണ്ട് ശിർക്കായി? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഷിർക്കാണെന്ന് പഠിപ്പിച്ചു തന്നുകൊണ്ട് ഷിർക്കായി. അതുകൊണ്ട് സഹോദരങ്ങളെ, ലാത്തയെ വിളിച്ചാൽ മാത്രമല്ല, മൊയ്തീൻ ശൈഖിനെ വിളിച്ചാലും ഷിർക്കാകും, മമ്പറത്ത് തങ്ങളെ വിളിച്ചാലും ഷിർക്കാകും.